ഞങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കുന്നു. ദയവായി നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. ഇത് ആരോട് പറഞ്ഞ വാക്കുകളാണെന്ന് അറിയാമോ? CJPയെ തലയിലേറ്റി നടന്ന ആളുകളെ, നിങ്ങളിത് തീർച്ചയായും കേട്ടോളൂ. ജാർഖണ്ഡിൽ ഇപ്പോൾ സ്വന്തം അവകാശങ്ങൾക്കായി തെരുവിൽ പൊരുതുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സമരങ്ങൾ ഹൈജാക്ക് ചെയ്യാൻ വണ്ടി കയറി വന്ന CJPയോടും രാഹുൽ ഗാന്ധിയോടുമുള്ള തങ്ങളുടെ അമർഷം മുഖത്തടിച്ചതുപോലെ തുറന്നു പറഞ്ഞ വരികളാണിത്. എങ്ങനെയുണ്ട് സംഗതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഏത് കൂട്ടം യുവാക്കളാണോ വലിയ ആവേശത്തോടെ CJPയെയും അവരുടെ സമര നാടകങ്ങളെയും പ്രോത്സാഹിപ്പിച്ചത്, ഇന്ന് അതേ യുവാക്കളും വിദ്യാർത്ഥികളും ഇന്ന് പരസ്യമായി പറയുന്നു, ഞങ്ങൾ സമാധാനപരമായിട്ടാണ് സമരം ചെയ്യുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന്. ഇതിൽ നിന്നും കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമല്ലേ? സമരങ്ങളുടെ പേരിൽ ഡൽഹിയിലും മറ്റും ആളുകളെ കൂട്ടി അട്ടിമറികളും കോപ്രായങ്ങളും കാണിച്ച CJPയെ ഇന്ന് ആ യുവാക്കൾ തന്നെ വെറുത്തു തുടങ്ങിയിരിക്കുകയാണ്. സ്വന്തം കാര്യം നോക്കാൻ വന്നവരെ വിദ്യാർത്ഥികൾ തന്നെ അടിച്ചു പുറത്താക്കുന്ന ഈ കാഴ്ച CJPക്കും രാഹുൽ ഗാന്ധിക്കും കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയും നാണക്കേടുമാണ്. എന്താണ് CJPക്ക് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം? ജാർഖണ്ഡിലെ സമരത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം എന്താണ്? വിദ്യാർത്ഥികൾ ഇപ്പോൾ CJPയുടെ യഥാർത്ഥ രാഷ്ട്രീയ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡൽഹിയിൽ ഒരു നാടകം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? അവിടെ വളരെ സമാധാനപരമായി നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയുണ്ടായി. എന്നാൽ അതിലേക്ക് CJP കയറി വന്ന് അത് വലിയൊരു രാഷ്ട്രീയ പ്രതിഷേധമാക്കി മാറ്റാൻ ശ്രമിച്ചു. പിന്നീട് അത് യുവാക്കളെല്ലാം ഏറ്റെടുത്തു എന്ന മട്ടിൽ വലിയ പ്രചാരണങ്ങൾ നടത്തി. എന്നാൽ പിന്നീട് അവിടെ കണ്ടത്, നിങ്ങൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും, വലിയ വലിയ പ്രതിഷേധങ്ങളുമായി ഒടുവിൽ അവിടെ ഒരുപാട് അക്രമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ പോയത്. തുടർന്ന് അവിടെ പ്രതിഷേധങ്ങൾ ശക്തമായതിനെ തുടർന്ന് മന്ത്രിമാരെ വരെ ലക്ഷ്യമിട്ടുള്ള സമ്മർദ്ദങ്ങളും മറ്റ് സംഭവങ്ങളും കഴിഞ്ഞ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പിന്നീട് അങ്ങനെ CJP എന്തോ രാജ്യത്തെ രക്ഷിക്കാൻ വന്ന വലിയ സംഭവമാണെന്ന് അവരങ്ങനെ വരുത്തി തീർത്തു. എന്നാൽ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം ഒരു അട്ടിമറിയായിരുന്നു എന്നത് പല കാര്യങ്ങൾ കൊണ്ടും ഇന്ന് വ്യക്തമാണ്. വാർത്തകളിൽ ഇടം പിടിക്കുക, തങ്ങളാണ് രാജ്യത്തിന്റെ യഥാർത്ഥ രക്ഷകർ എന്ന് വരുത്തി തീർത്തിട്ട് അതിനുള്ളിലൂടെ രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ യഥാർത്ഥ അജണ്ട എന്നത് എന്തായാലും വ്യക്തമാണ്. ഇനി പ്രധാന വിഷയത്തിലേക്ക് വരുമ്പോൾ, ഡൽഹിയിൽ നടത്തിയ അതേ പ്ലേ ബുക്ക് ഇപ്പോൾ ജാർഖണ്ഡിലും ആവർത്തിക്കാൻ നോക്കുകയാണ് ഈ CJP കൂട്ടർ. എന്നാൽ ജാർഖണ്ഡിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കൂ. അവിടെ JPSC, JSSC റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ഗുരുതരമായ ക്രമക്കേടുകൾക്കെതിരെയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ സമരം ചെയ്യുന്നത്. പരീക്ഷാ തട്ടിപ്പുകൾ അന്വേഷിക്കുക, ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കുക, റിക്രൂട്ട്മെന്റ് സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവിടെ അനിശ്ചിതകാല നിരാഹാര സമരം ഉൾപ്പെടെയുള്ളവ നടക്കുന്നത്. തങ്ങളുടെ സമരം ശുദ്ധമാണെന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ CJPയുടെയോ പ്രൊപ്പഗണ്ട ടൂളോ മൈലേജ് കൂട്ടാനുള്ള ചീട്ടോ അല്ല അതെന്നും ഈ വിദ്യാർത്ഥികൾ അടിവരയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമരത്തെ ഹൈജാക്ക് ചെയ്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വന്ന CJPയുടെയും രാഹുൽ ഗാന്ധിയുടെയും യഥാർത്ഥ മുഖം ഈ വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കുന്നു, ദയവായി നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് അവർ തുറന്നടിച്ച് പറഞ്ഞത്. കാരണം ഏതൊരു യുവാവിനും മനസ്സിലാകും, ഞങ്ങൾക്ക് വലുത് തങ്ങളുടെ രാജ്യവും തങ്ങളുടെ ഭാവിയുമാണെന്ന്, അല്ലാതെ ഈ കപട രാഷ്ട്രീയക്കാരുടെ അജണ്ടകളല്ല. അന്ന് ഇവരെ തലയിലേറ്റി വെച്ച അതേ യുവാക്കൾ തന്നെ ഇന്ന് അവരെ മുഖം തിരിഞ്ഞ് തോൽപ്പിക്കുമ്പോൾ CJPക്ക് കിട്ടിയിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അടിയും നാണക്കേടുമാണ്. കാരണം എന്തൊക്കെ ബഹളങ്ങളായിരുന്നു അവിടെ നടന്നിരുന്നത്. ഇനി അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, CJP എന്ന സംഘടന പെട്ടെന്ന് യാദൃശികമായി പൊട്ടിമുളച്ച് കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞ് വലിയൊരു സമരം നടത്തി വിദ്യാഭ്യാസ മന്ത്രിയെ വരെ രാജിവെപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ്. അന്ന് അതൊരു വലിയ പ്രതിഷേധമായിരുന്നുവെങ്കിൽ പിന്നീട് നമ്മൾ കണ്ട വാർത്തകൾ എന്തൊക്കെയായിരുന്നു? അക്രമികളെ വെറുതെ വിടണം, മോദിയെ അധിക്ഷേപിച്ചവർക്കെതിരെ കേസ് എടുക്കരുത്, അല്ലെങ്കിൽ അക്രമികൾക്കെതിരെ നിയമ നടപടികൾ എടുക്കരുത് എന്നൊക്കെയുള്ള വിചിത്രമായ വാദങ്ങളാണ് CJP പിന്നീട് ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തങ്ങളാണ് രാജ്യത്തിന്റെ യഥാർത്ഥ രക്ഷകർ എന്ന് കൊട്ടിഘോഷിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്തത് സ്വന്തം ആളുകളെയും അക്രമികളെയും സംരക്ഷിക്കുക മാത്രമാണ്. രാജ്യത്തെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചാൽ പോലും അതൊന്നും ഇവർക്കൊരു വിഷയമേ അല്ല. ഈ ഇരട്ടത്താപ്പും കപട
രാഷ്ട്രീയവും ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾക്ക് എന്തായാലും ഇപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. സ്വയം രക്ഷകരാണെന്ന് നടിക്കുന്നവരുടെ യഥാർത്ഥ ഉദ്ദേശം മറ്റെന്തോ ആണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സമരം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് ഈ വിദ്യാർത്ഥികൾ വിളിച്ചു പറഞ്ഞത്. ഇനിയെങ്കിലും ഈ കൂട്ടരെ തലയിലേറ്റി നടക്കുന്നവർ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും. ഇനി ഒരു വശത്ത് തങ്ങളാണ് വിദ്യാർത്ഥികളുടെയും രാജ്യത്തിന്റെയും യഥാർത്ഥ രക്ഷകരെന്ന് കൊട്ടിഘോഷിക്കുകയോ മറുവശത്ത് സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും മറവിൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നോക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയമാണ് ഇന്ന് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. വിദ്യാർത്ഥികളുടെയും യുവത്വത്തിന്റെയും യഥാർത്ഥ പ്രശ്നങ്ങളെയും വികാരങ്ങളെയും സ്വന്തം നേട്ടങ്ങൾക്കും അജണ്ടകൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്താൻ നോക്കുന്ന ഇത്തരം തന്ത്രങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളുടെ നിലപാടിലൂടെ എന്തായാലും ഇപ്പോൾ വ്യക്തമാകുന്നത്. തങ്ങളുടെ സമരം ശുദ്ധമാണെന്നും അതിനെ ചിലരുടെ രാഷ്ട്രീയ മുതലെടുപ്പിനായി വിട്ടുകൊടുക്കില്ലെന്നും ഈ വിദ്യാർത്ഥികൾ തുറന്നു പറയുമ്പോൾ അത് ഇത്തരം അവസരവാദ രാഷ്ട്രീയക്കാർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. ജനങ്ങളുടെയും രാജ്യത്തിന്റെയും താല്പര്യത്തെക്കാൾ സ്വന്തം ഗ്രൂപ്പിന്റെ മൈലേജും തടിയും രക്ഷിക്കാൻ നോക്കുന്നവരുടെ യഥാർത്ഥ മുഖം ഇനിയെങ്കിലും സമൂഹം തിരിച്ചറിയുക. ഇനി ഇതിന്റെ എല്ലാം മറവിൽ ചിരിക്കേണ്ട ഒരു തമാശയുണ്ട്. മറ്റൊന്നുമല്ല, പാവം രാഹുൽ ഗാന്ധിയും കൂട്ടരും വിചാരിച്ചത് ഇത് കണ്ട സമരം തങ്ങളുടെ പേരിലാക്കി പെട്ടെന്ന് ഇതിന്റെയും ക്രെഡിറ്റ് മുഴുവൻ അങ്ങ് തട്ടിയെടുക്കാമെന്നായിരിക്കും. ഏത് സമരമായാലും അവിടെ ചെന്ന് മൈക്ക് പിടിക്കുക, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ലേബൽ സ്വന്തം പേരിൽ അടിച്ചു മാറ്റുക. ഇതാണല്ലോ ഇവരുടെ സ്ഥിരം പരിപാടി. എന്നാൽ ജാർഖണ്ഡിലെ ഈ വിദ്യാർത്ഥികൾ ആ പഴയ അടവൊക്കെ പൊളിച്ചടുക്കി കൊടുത്തിരിക്കുകയാണ്. ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വന്നവരുടെ തോളിൽ തട്ടി കുതന്ത്രം വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും നടത്ത് എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പാവം വെറുതെ വന്ന ആളുകളുടെ മുന്നിൽ നിന്ന് നാണം കെട്ട് തരിപ്പണമായി മടങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും കിട്ടിയ ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണിത്. ഇനി CJPയുടെ വക്താക്കളാണെന്ന് അവകാശപ്പെടുന്ന അഭിജിത്ത് ദീപ്കയും സൗരവ് ദാസും ഒക്കെ നടത്തുന്ന കോപ്രായങ്ങൾ കണ്ടില്ലേ? തങ്ങൾ എന്ത് എരുതിയിൽ എണ്ണയൊഴിച്ചാലും ഇന്ത്യൻ യുവാക്കൾ കണ്ടുമടച്ച് തങ്ങൾക്ക് പിന്നാലെ കൂടുമെന്നായിരുന്നു ഇവരുടെ വലിയ അഹങ്കാരം. ഏതെങ്കിലും ഒരു കോണിൽ ഒരു ചെറിയ വിദ്യാർത്ഥി സമരം തുടങ്ങിയാൽ മതി, ഉടനെ അവിടേക്ക് ചാടി വീണ് അതിനെ വലിയൊരു അട്ടിമറി സമരമാക്കി മാറ്റുക, ആളുകളെ തെരുവിൽ തല്ലിപ്പിക്കുക. ഇതൊക്കെ ആയിരിക്കാം ഇവരുടെ പ്ലാൻ. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് നോക്കൂ. ജാർഖണ്ഡിലെ ഈ വിദ്യാർത്ഥികൾ ഇവരുടെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചിരിക്കുകയാണ്. കാരണം ഡൽഹിയിലെ സമരക്കളി കണ്ടപ്പോൾ തന്നെ ഇന്ത്യൻ യുവാക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഈ കോപ്രായക്കാരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന്. അത് രാജ്യസ്നേഹമല്ല, മറിച്ച് രാജ്യത്ത് അട്ടിമറി ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. തങ്ങൾ എന്ത് കാണിച്ചിറങ്ങിയാലും വിദ്യാർത്ഥികൾ കൂടെ നിൽക്കുമെന്ന ഇവരുടെ വ്യാമോഹം ജാർഖണ്ഡിലെ മണ്ണിൽ അക്ഷരാർത്ഥത്തിൽ ചിതറി തെറിച്ചിരിക്കുകയാണ്. സമരത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്താൻ ചെന്ന ഈ മാന്യന്മാർക്ക് വിദ്യാർത്ഥികൾ കൊടുത്ത പണി സ്വന്തം പൊളിറ്റിക്സ് എന്താണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയാൻ ഇവരെ സഹായിക്കട്ടെ. വെറുതെ മൈലേജിന് വേണ്ടി ഇറങ്ങി തിരിച്ച് നാണം കെട്ട് തരിപ്പണമായി നിൽക്കുന്ന ഈ കോമാളിത്തരമല്ലാതെ വേറെ എന്താണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്? ഏതൊരു രാജ്യത്തിന്റെയും ശക്തി അവിടുത്തെ യുവത്വവും വിദ്യാർത്ഥികളുമാണ്. അവരുടെ ന്യായമായ അവകാശങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വേണ്ടി അവർ നടത്തുന്ന സമരങ്ങളെ തങ്ങളുടെ മുതലെടുപ്പിനും അട്ടിമറികൾക്കും വേണ്ടി ഹൈജാക്ക് ചെയ്യാൻ നോക്കുന്ന കപട രാഷ്ട്രീയക്കാരുടെ മുഖം ഇന്ന് രാജ്യത്തെ യുവജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഡൽഹിയിൽ കണ്ട അതേ സമര നാടകങ്ങളും കുതന്ത്രങ്ങളും ജാർഖണ്ഡിലെ വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിയ CJPക്കും രാഹുൽ ഗാന്ധിക്കും ലഭിച്ചിരിക്കുന്നത് ഏറ്റവും വലിയൊരു നാണക്കേട് തന്നെയാണെന്ന് പറയാം. സ്വന്തം ചോര നീരാക്കി തെരുവിൽ പൊരുതുന്ന വിദ്യാർത്ഥികളുടെ സമരത്തെ തങ്ങളുടെ മൈലേജിനുള്ള ചീട്ടാക്കി മാറ്റാമെന്ന് കരുതിയവർക്ക് ഞങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന വിദ്യാർത്ഥികളുടെ ആ ശക്തമായ മുന്നറിയിപ്പ് അവരുടെ മുഖത്തടിച്ചതുപോലെയുള്ള ഒരു മറുപടി തന്നെയാണ്. അഭിജിത്ത് ദീപ്കയും സൗരവ് ദാസും പോലുള്ള അവസരവാദ വക്താക്കൾ എന്തൊക്കെ എരുതിയിൽ എണ്ണയൊഴിക്കാൻ നോക്കിയാലും രാജ്യമാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ യുവത്വം ഇവരുടെ എല്ലാം കോപ്രായങ്ങളെയും നാടകങ്ങളെയും പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ. തങ്ങൾ എന്ത് കാണിച്ചാലും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ഇറങ്ങിയാലും യുവാക്കൾ തങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് കരുതിയ ആ ഒരു CJP കൂട്ടങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ മനസ്സിലായി കാണും ഇനി ഇവരുടെ നാടകമൊന്നും ഇവിടെ ചിലവാവില്ല എന്നും. എന്നാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.